ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയത്നത്തിന്റെ 194 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് PS ശിവപ്രസാദ് കാസർഗോഡാണ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ജയകുമാരി കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി വിമല കെ മലപ്പുറം. അപ്പം വിമല കോർഡിനേറ്റർ പറയുന്നത് പോലെ വീഡിയോ ഓൺ ചെയ്തോളൂ കേട്ടോ. ജയ തുടങ്ങിക്കോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. അന്തർശൗചയജ്ഞത്തിന്റെ 194 ഭാഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സായി ഭക്തർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ദിവ്യ പ്രഭാഷണം ഭജന എല്ലാം ശ്രീമതി വിമല കെ ആണ്. അപ്പം ഞാൻ 3 ഓങ്കാരവും സായി ഗായത്രിയും പറയുന്നതിന് ശേഷം ഓഡിയോ വീഡിയോ ഓൺ ആക്കിയിട്ട് ശ്രീമതി വിമല സായി വാണി വായിക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാവുന്നതാണ്. സായിരാം. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം. ശ്രീമതി വിമലാക്ക് അനുഭവങ്ങളും ആദ്യം വാണി വായിക്കാം, പിന്നെ അനുഭവം പങ്കുക. സായിറാം. സായിറാം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ മലപ്പുറത്ത് ചേലേമ്പ്രയിലാണ് താമസിക്കുന്നത്. സ്വാമിയുടെ അവതാരവാണി വായിക്കാം. പ്രേമസ്വരൂപരെ, ഇന്നിവിടെ ഭീമരഥശാന്തി ആഘോഷത്തിൽ പങ്കെടുത്ത വൃദ്ധ ദമ്പതികൾ അത്യധികമായ ആനന്ദം അനുഭവിച്ചു. എന്നാൽ ഈ ആഘോഷത്തിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പരാക്രമം വേണ്ടുന്ന ഏത് കഠിന ജോലിയിലും ഭീമസേനൻ വിജയശ്രീലാളിതനാവുന്നു. എന്നാൽ ഭീമൻ എന്ന നാമം ശരീരശക്തിയെ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്നത്. ഭീമൻ വായുപുത്രനാണ്. വായു സർവവ്യാപിയാണ്, സർവശക്തനാണ്. അതുകൊണ്ടാണ് നിരവധി ദിവ്യസിദ്ധികൾ ഭീമനിൽ അധിവസിച്ചിരുന്നത്. ഭീമസേനന്റെ ശരീരശക്തിയെ മാത്രമേ മനുഷ്യൻ മനസ്സിലാക്കിയതായി കാണുന്നുള്ളൂ. ഭീമനുള്ള അതിബൃഹത്തായ മനഃശക്തിയെയും ധിഷണയെയും എല്ലാവരും അവഗണിച്ചു. ഭീമരഥശാന്തിയുടെ ആന്തരികാർത്ഥം. ഭീമരഥശാന്തി ആഘോഷിക്കുന്നതിന് ചില പരമ്പരാഗത രീതികളുണ്ട്. വയസ്സു സംബന്ധമായ പ്രത്യേക നിബന്ധനകളൊന്നും അതിന് ബാധകമല്ല. സമാധാനപൂർണവും സന്തോഷപൂർണവുമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ഈശ്വരാനുഗ്രഹം നേടാൻ ഷഷ്ട്യബ്ദ പൂർത്തി ആഘോഷിക്കാറുണ്ട് 60 വയസ്സാവുമ്പോൾ. എന്നാൽ 70 വയസ്സ് പൂർത്തിയാക്കുക എന്നത് എത്രയും അർത്ഥപൂർണവും ശുഭോദർക്കവുമാണ്. ഈ 70ാം പിറന്നാളാണ് ഭീമരഥശാന്തിയായി ആഘോഷിക്കുന്നത്. ഇതുപോലെ തന്നെ 80, 90, 100 പിറന്നാളുകളും ഭീമരഥശാന്തി ആഘോഷിക്കുന്നതിനുള്ള സന്ദർഭങ്ങളാണ്. ഇന്ന് കലിയുഗ പ്രഭാവം മൂലം യുവജനങ്ങൾ ഇത്തരം പവിത്രമായ സന്ദർഭങ്ങൾ മനസ്സിലാക്കുകയോ വിലമതിക്കുകയോ ചെയ്യുന്നില്ല.
മാതാപിതാക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ അവരെ അവഗണിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് വീട്ടിൽ സ്ഥാനമില്ലെന്നും അവർ സന്യാസിമാരെ പോലെ ജീവിക്കണമെന്നും മക്കൾ കരുതുന്നു. ഇത് വളരെ ഗൗരവമേറിയ തെറ്റാണ്. മറിച്ച് മാതാപിതാക്കൾക്ക് 60 കഴിയുമ്പോൾ മുതൽ അവർക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും നൽകുകയാണ് വേണ്ടത്. പലരും വിചാരിക്കുന്നത് 70 കഴിഞ്ഞവർ കുടുംബത്തിനും സമൂഹത്തിനും ഭാരവും നിഷ്പ്രയോജനവും ആണെന്നാണ്. എന്നാൽ സത്യം ഇതല്ല. 70 വയസ്സ് കഴിയുമ്പോൾ ഒരുവനിൽ ഊർജവും ഉത്സാഹശീലവും മനഃശക്തിയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 70 വയസ്സ് കഴിയുമ്പോഴേ മനുഷ്യനിലെ ഇച്ഛാശക്തിയും ആത്മബലവും പരിപൂർണമായി വികസിക്കുന്നുള്ളൂ. അതിനു മുൻപുള്ള കാലം അയാൾ സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുന്നു. മാതൃകയാവുന്ന തരത്തിൽ ജീവിക്കാൻ ഉദ്യമിക്കുന്നുമില്ല. എന്നാൽ 70 വയസ്സ് കഴിയുമ്പോൾ മനുഷ്യനിലെ മനഃശക്തിയും ദൈവദത്തമായ കഴിവുകളും പുഷ്പിക്കുകയും അവ അതിന്റെ അത്യുന്നതാവസ്ഥയിലെത്തി അവനെ കൊണ്ട് ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ നിർണയിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. തത്ഫലമായി വയോധികർ ജീവിതത്തിലെ രഹസ്യങ്ങളെ പരിചിന്തിക്കുകയും പര്യവേഷണം നടത്തുകയും ചെയ്യുന്നു. ഇവരിൽ കാണുന്ന ദിവ്യശക്തി യുവജനങ്ങളിൽ കാണാൻ കഴിയില്ല. അത് അവരുടെ പ്രവൃത്തികളിൽ പലതരത്തിൽ പ്രകടമാവുന്നു. ഇന്ന് മാതാപിതാക്കളെ കുറിച്ച് മോശമായി സംസാരിക്കുകയും അവരെ അപഹസിക്കുകയും ചെയ്യുന്ന ധാരാളം യുവതിയുവാക്കളെ കാണാം. ഇത് അക്ഷന്തവ്യമായ തെറ്റാണ്. ഈ വന്ധ്യവയോധികരുടെ പ്രവൃത്തികളെ ശ്രദ്ധാപൂർവം അപഗ്രഥിച്ചാൽ അവരുടെ ഓരോ പ്രവൃത്തിയും പ്രകൃത്യാ സ്വോദ്ദേശപരവും ദിവ്യവുമാണെന്ന് കാണാൻ കഴിയും. യുവതീ യുവാക്കൾ ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കണമെങ്കിൽ അവർ മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയും നിരന്തരം അവരെ ശ്രദ്ധിച്ച് അവരിലെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. ചുരുക്കം പറഞ്ഞാൽ 60 70 വയസ്സു കഴിഞ്ഞവരുടെ അത്ര നൈപുണ്യമോ സാഫല്യമോ മറ്റാരിലും കാണാൻ കഴിയില്ല. അവരിലെ സൂക്ഷ്മ ബുദ്ധിയും ദൈവദത്തമായ ഗുണങ്ങളും മനുഷ്യകുലത്തിന് ഒരു പുതിയ പാത തെളിയിക്കാൻ പര്യാപ്തമാണ്. അവരുടെ ദിവ്യ ഗുണങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ പരിണാമങ്ങൾ ഉണ്ടാക്കും. പുരാതന ഋഷിമാർ പ്രേമസ്വരൂപരെ, വയോധികരെ കൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് കരുതി ഇന്നത്തെ ആളുകൾ അവരെ ഒഴിവാക്കുന്നു. മഹാകഷ്ടം. നിങ്ങൾ ഏതെങ്കിലും ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ വിജയത്തിനായി പ്രായം ചെന്നവരുടെ ഉപദേശം തേടേണ്ടതാണ്. സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യാനുള്ള പ്രായം 60 വയസ്സായി കണക്കാക്കിയിരിക്കുന്നു. പക്ഷേ മനുഷ്യന്റെ സാമർഥ്യം പൂർണ്ണമായി വികസിക്കുന്നത് ഈ പ്രായത്തിലത്രേ. റിട്ടയർ ചെയ്ത ശാസ്ത്രജ്ഞർ സമൂഹത്തിന് അമൂല്യ സമ്പത്താണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിൽ അവർക്കുള്ള വിവേകവും സൂക്ഷ്മ ബുദ്ധിയും അനന്യമാണെന്ന് മനസ്സിലാക്കൂ. പക്ഷേ അവരുടെ സേവനം സമൂഹത്തിന്റെ അഭ്യുന്നതിക്കായി വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ല. അവരുടെ അത്യധികമായ സാമർഥ്യം ഉപയോഗശൂന്യമായി പോകുന്നു. അതായത് മനുഷ്യന് സഹജീവികളുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെയായിരിക്കുന്നു. ഏതൊരുവനിലാണോ കരുണാർദ്രത എന്ന ഗുണം പൂത്തുലയുന്നത് അവനാണ് മാനവൻ. പ്രായം ചെന്നവർ കുലീനവും ശ്രേഷ്ഠവുമായ ചിന്തകൾ വരപ്രസാദമായി ലഭിച്ചവരാണ്. അവർ യുവജനങ്ങൾക്ക് വളരെ ഉന്നതവും വിലമതിക്കാൻ പറ്റാത്തതുമായ ആദർശങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അവരുടെ വിലമതിക്കാനാവാത്ത ചിന്തകളെയും ആദർശങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ യുവജനങ്ങൾ അവരെ ഒഴിവാക്കുന്നു. അവർ പറയുന്നത് കേൾക്കുവാൻ ശ്രമിക്കുന്നുമില്ല. മാതാപിതാക്കൾ കുട്ടികളെ എത്രമാത്രം ഉത്കണ്ഠയോടും ഔത്സുക്യത്തോടും കൂടിയാണ് ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നതെന്ന് ആദരവോടെ കാണേണ്ട കാര്യമാണ്. നിർഭാഗ്യവശാൽ അവർക്കൊരു നേരത്തെ ഭക്ഷണം പോലും നന്നായി കൊടുക്കാൻ യുവജനങ്ങൾ വൈമുഖ്യം കാണിക്കുന്നു. ഇത് വളരെ അപലപനീയമാണ്. പ്രായം ചെന്നവർക്ക് എന്ത് നൽകിയാലും അത് 10 ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചു വരും. ലോകത്തിന് അവരിൽ നിന്നും വളരെയേറെ നേടുവാനുണ്ട്. ആർക്കും അവരിലുള്ള അപാരമായ ആത്മീയ ശക്തിയെ അളക്കാനാവില്ല. ഭാരതത്തിലെ ഋഷിമാർ ഈ ആത്മീയ ശക്തിയുടെ മൂർത്ത രൂപങ്ങളായിരുന്നു. അവരുടെ ആലോചനാമൃതമായ ശ്രേഷ്ഠമായ ചിന്തകൾ വളരെയേറെ വിലപ്പെട്ടതാണ്. മനുഷ്യന്റെ അനുഗ്രഹീത ഭാവിക്ക് അവർ ആശ്ചര്യകരമായ പദ്ധതികൾ തയ്യാറാക്കി. ഇന്ന് ഈ ആഘോഷം നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ വന്ധ്യവയോധികരുടെ ഉന്നതമായ ആത്മീയ ശക്തി തിരിച്ചറിയുവാനും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ യുവജനങ്ങൾ ആകൃഷ്ടരാവാനും വേണ്ടിയാണ്. ഋഷിമാരും ദിവ്യന്മാരും മുന്നോട്ട് വെച്ച മഹത്തായ ആശയങ്ങൾ നമ്മുടെ പൗരാണികർ അന്വേഷിച്ചറിയുകയും അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഋഷിവര്യന്മാരുടെ മഹത്വം അവർക്കറിയുമായിരുന്നു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഋഷിമാരുടെ ഉപദേശം തേടിയിരുന്നു, നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. പുരാതന കാലത്തെ ഈ ഋഷിമാർ ആത്മീയതയെക്കുറിച്ചും അനിത്യത്തെക്കുറിച്ചും രചിച്ച കൃതികൾ ഇന്നും പ്രസക്തം.
അത് ഗവേഷണാർഹം. നിർഭാഗ്യവശാൽ ആധുനിക യുവജനങ്ങൾ ഈ പ്രബന്ധങ്ങളിലും മറ്റും പറഞ്ഞിരിക്കുന്ന മഹാസത്യങ്ങളുടെ ഒരംശം പോലും മനസ്സിലാക്കാൻ പ്രാപ്തരാകുന്നില്ല. അതിനാൽ പ്രാചീന ഋഷിമാരും ദിവ്യന്മാരും നേടിയ ആത്മീയ ജ്ഞാനം നമ്മുടെ യുവജനങ്ങൾക്ക് നേടാനും കഴിയുന്നില്ല. അതിനാൽ ഇനി മുതൽ ഭീമരഥശാന്തി എന്ന പുരാതനവും ശ്രേഷ്ഠവുമായ ഈ ആഘോഷം നാം നടത്തണം. ഇത് വരും തലമുറകൾക്ക് വളരെ പ്രസക്തിയുള്ളതും വിലപ്പെട്ടതുമാണ്. ശ്രേഷ്ഠമായ ഉദ്യമങ്ങളെ ആത്മീയതയിലൂടെ ഉയർത്തുവാനും തദ്വാര മനുഷ്യത്വം എന്ന ഗുണത്തെ പരിപോഷിപ്പിക്കാനും പരിപാലിക്കാനും ഇത് ഏറെ സഹായകരമായിരിക്കും. ദ്രൗപദി ആത്മശക്തിയുടെ പ്രതീകം. ഒരിക്കൽ ഭീമനും ദ്രൗപദിയും നദിക്കരയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ദ്രൗപദി ഭീമസേനനോട് ചോദിച്ചു, ആത്മാവ് എവിടെയാണ് വസിക്കുന്നത്? ദ്രൗപദി ബുദ്ധിമതിയും ഈ ചോദ്യത്തിന് ഉത്തരം സ്വയം പറയാൻ കഴിവുള്ളവളും ആയിരുന്നു. സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും സ്വരൂപമാണ് ദ്രൗപദി. തന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ദ്രൗപദി ആത്മശക്തിയുടെ പ്രതീകം. അതിനാൽ ഭീമൻ നിശബ്ദനായി ദ്രൗപദിയെ ആത്മതത്വം വെളിപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്തു. ദിവ്യശക്തിയുടെ മൗലികമായ മൂലതത്വമാണ് ആത്മാവ്. അത് ശരീരം എന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു. എന്നാൽ ആത്മാവ് ശരീരമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ അല്ല. നിങ്ങൾ മുല്ലച്ചെടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുല്ലപ്പൂക്കളുടെ സുഗന്ധം അനുഭവിക്കുന്നു. ആ പൂക്കളിൽ നിന്നാണ് സുഗന്ധം വരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അതിനു കാരണം മുല്ലപ്പൂവിന് ഈശ്വരൻ നൽകിയിരിക്കുന്ന ദിവ്യശക്തിയാണത്. ദിവ്യാത്ഭുതങ്ങളെല്ലാം മനുഷ്യന്റെ ധാരണാശക്തിക്ക് അതീതം. മറ്റാർക്കും അറിയാൻ കഴിയാതിരുന്ന ദിവ്യ അത്ഭുതങ്ങൾ ദ്രൗപദി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നാം ദ്രൗപദിയുടെ മഹത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ധർമ്മപ്രമാണങ്ങൾ ദ്രൗപദി അർജുനനെയും പഠിപ്പിച്ചിട്ടുണ്ട്. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം പാണ്ഡവപുത്രരുടെ കൂട്ടക്കൊല നടന്നപ്പോൾ അർജുനൻ അതിനുത്തരവാദിയായ അശ്വത്ഥാമാവിനെ വലിച്ചിഴച്ച് ദ്രൗപദിയുടെ മുൻപിൽ കൊണ്ടിട്ടു. നിന്ദ്യനായ അശ്വത്ഥാമാവിനെ ശപിക്കുന്നതിന് പകരം ദ്രൗപദി അർജുനനോട് അഭ്യർത്ഥിച്ചത് പാണ്ഡവരുടെ ഗുരുപുത്രനെ കൊല്ലരുതേ എന്നാണ്. ഹേ പാർത്ഥ, ഭയന്നിരിക്കുന്നവരെ, ധൈര്യം നഷ്ടപ്പെട്ടവനെ, ഉറങ്ങിക്കിടക്കുന്നവനെ, ലഹരിയിലാണ്ടവനെ, അഭയാർത്ഥിയെ, അബലയെ എന്നിവരെ കൊല്ലുന്നത് ധർമ്മമല്ല. നിങ്ങൾ അശ്വത്ഥാമാവിനെ കൊല്ലരുത്. അയാൾ നിങ്ങളുടെ ഗുരുപുത്രനാണ്. തുടർന്ന് ദ്രൗപദി അർജുനനോട് അശ്വത്ഥാമാവിന്റെ നീചപ്രവൃത്തിക്ക് മാപ്പ് നൽകുവാൻ അഭ്യർത്ഥിച്ചു. അർജുനൻ പറഞ്ഞു, എന്റെ ശപഥം നിറവേറ്റുന്നതിൽ നിന്നും ഭവതി എന്നെ പിന്തിരിപ്പിക്കുകയാണ്. ഇതിനു മറുപടിയായി ദ്രൗപദി പറഞ്ഞു, ഗുരുപുത്രന്റെ തല മുണ്ഡനം ചെയ്യുകയും ആഭരണങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്താൽ അത് കൊല്ലുന്നതിന് തുല്യമാണ്. ദ്രൗപദിയുടെ ഉപദേശപ്രകാരം അർജുനൻ വാളെടുത്ത് അശ്വത്ഥാമാവിന്റെ തല മുണ്ഡനം ചെയ്യുകയും ആഭരണങ്ങൾ മാറ്റുകയും ചെയ്തു. പുരാതന കാലത്ത് ഋഷിമാർ തലമുണ്ടനം ചെയ്തിരുന്നില്ല. അവരുടെ മുടി ശ്രേഷ്ഠതയും ശക്തിയും നിറഞ്ഞതായിരുന്നു. ഒരിക്കൽ തന്റെ ഭർത്താക്കന്മാരെല്ലാം പുറത്തു പോയപ്പോൾ ദ്രൗപദി ഒറ്റയ്ക്കായി. ദ്രൗപദി തന്റെ തലയിലെ ഒരു മുടിയെടുത്ത് ചില മന്ത്രങ്ങൾ ജപിച്ച് വെള്ളത്തിലിട്ടു. ആ ഒറ്റമുടി മന്ത്രശക്തിയാൽ ആ പ്രദേശത്തെ മുഴുവൻ മലകളെയും കുന്നുകളെയും വരിഞ്ഞു മുറുക്കി. വിവരമറിഞ്ഞ ചില ഋഷിമാർ ഇതെങ്ങനെ സാധ്യമായി എന്ന് അന്വേഷിച്ചു. ദ്രൗപദിയുടെ മുടിയുടെ ശക്തിയും അവളുടെ ഇച്ഛാശക്തിയുമാണ് ഈ അത്യതിശയകരമായ സംഭവത്തിന് കാരണമെന്ന് അവർ കണ്ടെത്തി. ഒരാളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം ദിവ്യ പ്രതിഭാസങ്ങൾ ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും എളുപ്പമല്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ മനുഷ്യൻ തനിക്ക് ജന്മനാ സിദ്ധിച്ച ദിവ്യത്വം മനസ്സിലാക്കാൻ ഇന്നത്തെ മനുഷ്യന് കഴിയുന്നില്ല. മനുഷ്യനായി ജനിച്ചിട്ടും അവൻ മാനവ ഗുണങ്ങൾ മറക്കുന്നു. പൈശാചിക ഗുണങ്ങളാണ് അവൻ വളർത്തിയെടുക്കുന്നത്. നീ അനുഭവങ്ങൾ പറഞ്ഞോളൂ. 14 മിനിറ്റ്. സായിരാം, അനുഭവങ്ങൾ പറഞ്ഞോളൂ. ഇപ്പൊ തന്നെ പറയാം. 10 മിനിറ്റ് പറയണേ. 10 മിനിറ്റ്. സായിരാം, അങ്ങനെ എടുത്തു പറയത്തക്ക അനുഭവങ്ങളൊന്നും തന്നെ എനിക്ക് പറയാനില്ല. എങ്കിലും ഞാൻ ഈ സായി സമിതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്നതിനെ പറ്റിയൊക്കെ പറയാം. ഞാൻ മലപ്പുറം ജില്ലയിൽ ജോലി ആവശ്യാർത്ഥം എത്തിപ്പെടുന്നത് 1977-78 കാലത്താണ്.
ജോലി തിരക്കും വീട്ടുകാര്യവും എല്ലാമായി നടക്കുന്ന കാലം. ആധ്യാത്മിക ചിന്തകളിലേക്കൊന്നും മനസ്സെത്തിയിരുന്നില്ല. രാമായണം വായിക്കും, ഗുരുവായൂരിൽ പോയി തൊഴും. കുട്ടിക്കാലത്ത് അത്യാവശ്യം ഭാഗവത കഥകളൊക്കെ തന്നെ അച്ഛൻ പറഞ്ഞു തന്നിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആധ്യാത്മിക ജ്ഞാനം. അപ്പോഴാണ് ഉണ്ണിയേട്ടൻ, ഡോക്ടർ കുമാരൻകുട്ടി, അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് ഒരു തറവാട് വീടും വലിയ ഒരു വിശാലമായ ഒരു പറമ്പുമായി താമസിക്കുന്നത്. ഉണ്ണിയേട്ടൻ എൻ്റെ ഭർത്താവിന്റെ വല്യമ്മയുടെ മകനാണ്. അദ്ദേഹം അമേരിക്കയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ കോഴിക്കോട് സർവകലാശാലയിൽ പ്രൊഫസറായി ചേർന്നു. അതോടനുബന്ധിച്ചാണ് അവിടെ താമസം ആക്കിയത്. ആ വീട്ടിൽ സായി ഭജന നടത്താറുണ്ട്. ഞങ്ങൾ കുടുംബം മുഴുവനും അതിൽ പങ്കുചേരും. അതിനു മുൻപ് സ്വാമിയെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല. ഒരു ഇന്ദ്രജാലക്കാരൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം, സ്വാമി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ഇന്ദ്രജാലക്കാരനും ചെയ്യാം, അത്രയൊക്കെ ഉള്ളൂ എൻ്റെ മനസ്സിൽ അപ്പോഴേ. അങ്ങനെ ഇരിക്കുന്ന അപ്പോഴാണ് ഉണ്ണിയേട്ടൻ ഇവിടെ സായി ഭജനയൊക്കെ തുടങ്ങിയത്. ഈ ഉണ്ണിയേട്ടനെ പോലത്തെ ഒരാള് എന്ന് വെച്ചാല് ഇത്രയധികം പാണ്ഡിത്യം, ലോക മാത്തമാറ്റീഷ്യനിൽ പെട്ട ഒരാള്, അങ്ങനെയുള്ള ഒരാള് ഇത്തരം ഒരു വിശ്വാസം വെച്ച് പുലർത്തണമെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കാര്യം കാണും എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. പിന്നെ ഉണ്ണിയേട്ടൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തോന്നും. സത്യം ശിവം സുന്ദരം, അതിലെ 2-3 വോള്യങ്ങൾ, വേറെ കുറച്ച് പുസ്തകങ്ങള്, അതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും. ഭജനയിൽ ചൊല്ലിയിരുന്ന സർവമത പ്രാർത്ഥനയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനിടെ ഉണ്ണിയേട്ടൻ ബാലവികാസ് തുടങ്ങി. സമീപ വീടുകളിലുള്ള കുറെ കുട്ടികൾ ഈ ബാലവികാസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നു. കൂട്ടത്തിൽ എൻ്റെ 2 ആൺമക്കളും പങ്കെടുക്കും. അന്ന് ഇത്തരം ആധ്യാത്മിക സാധനകൾ ഒന്നും തന്നെ ഇത്തരം കുട്ടികൾക്ക് വശമായിരുന്നില്ല. സ്കൂൾ വിട്ടാൽ മാങ്ങ പെറുക്കിയും പറങ്കിയണ്ടി പെറുക്കിയും ചുറ്റി നടന്നിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ബാലവികാസിലൂടെ ഈ കുട്ടികളുടെ മനസ്സിൽ ആധ്യാത്മികതയുടെ വിത്ത് പാകുവാനും ആത്മാന്വേഷണത്തിന്റെ ആദ്യപടി തുറന്നു കൊടുക്കാനും ബാലവികാസ് വളരെ ഉപകരിച്ചു. അതിന് ദൃഷ്ടാന്തമായി ഇന്ന് ഈ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം നല്ല നിലയിൽ ജീവിക്കുകയും സായി സമിതിയുടെ അമരക്കാരായി പ്രവർത്തിക്കുകയും മാനവ സേവാ പ്രവർത്തനങ്ങളിൽ മുഴുകി കഴിയുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇത് ഈ ബാലവികാസിലൂടെ ഉണ്ടായ ഒരു മാറ്റമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എതിർത്തിരുന്ന രക്ഷിതാക്കൾ, സ്വാമിയുടെ ഫോട്ടോ വരെ വലിച്ചെറിഞ്ഞിരുന്നവർ, അവരൊക്കെ ആകെ മാറി ഭജനകൾ വീട്ടിൽ നടത്താനും സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ തുടങ്ങി. ഈ പ്രദേശത്തെ കുടുംബങ്ങളിൽ തന്നെ കാര്യമായ മാറ്റം വരുത്തുവാൻ ബാലവികാസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കിയത്. 1980-കളിലാണെന്ന് തോന്നുന്നു പുട്ടപർത്തി സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. സ്വാമിയെ കാണാനും കഴിഞ്ഞു. അത് ഉണ്ണിയേട്ടനാണ് അന്ന് ഞങ്ങളെ കൊണ്ടുപോയത്. ഒരു ബസ് നിറയെ ആളുകളുമായി ഞങ്ങൾ പുട്ടപർത്തിയിലേക്ക് പുറപ്പെട്ടു. ഒരു ക്രിസ്തുമസ് കാലാണ്. രാവിലെ ബാംഗ്ലൂർ എത്തി, പിന്നെ പുട്ടപർത്തിയിലും. ക്രിസ്തുമസ് കാലമായതിനാൽ നല്ല തിരക്കായിരുന്നു, നിറയെ വിദേശികൾ. എങ്കിലും ഞങ്ങൾക്ക് ആശ്രമത്തിനുള്ളിൽ ഒരു ഡോർമെട്രിയിൽ താമസിക്കാൻ ഇടം കിട്ടി. വിരിയൊക്കെ നിലത്ത് വിരിച്ച് എല്ലാവരും ഉറങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റു. നേരം വെളുക്കുന്നതേയുള്ളൂ. കുട്ടികളും ഞാനും എല്ലാം ദർശനത്തിന് പോയി. ക്രിസ്തുമസ് ആയതിനാൽ നല്ല വെളുത്ത ഗൗണിൽ മട്ടുപ്പാവിലാണ് സ്വാമിയുടെ ദർശനം കിട്ടിയത്. ഭഗവാൻ വെളുത്ത വസ്ത്രമാണ് ക്രിസ്തുമസിന് ധരിക്കുക എന്ന് അന്ന് ആരോ പറഞ്ഞു തന്നു. പിന്നീട് വൈകിട്ട് ഒരു വലിയ മൈതാനത്തിലാണ് ദർശനത്തിന് പോയത്. എല്ലാവരെയും വരിയായി പരിശോധനയൊക്കെ നടത്തി പ്രവേശിപ്പിച്ച് ഇരുത്തി. നിറയെ ആളുണ്ടായിരുന്നു. സ്ത്രീകൾ ഒരു വശത്ത്, പുരുഷന്മാർ മറ്റൊരു വശത്ത്. എല്ലാവരും നിശബ്ദരായി ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു നേരിയ സംഗീതം ഒഴുകി വരുന്നു. സ്വാമി വരുന്നു, സ്വാമി വരുന്നു എന്ന് എല്ലാവരും അടക്കം പറയാൻ തുടങ്ങി.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമി ദൂരെ നിന്ന് പതുക്കെ നടന്നു വരുന്നത് കണ്ടു. ശ്വാസം പിടിച്ചിരുന്നു ഞാൻ. ഉള്ളിലാകെ ഒരു പേടി തോന്നി. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു വലിയ ഭക്തി വിശ്വാസം ഒന്നും ഉള്ളിലില്ല. അതുകൊണ്ടായിരിക്കാം പേടി തോന്നിയത്. ഏതായാലും സ്വാമി ഞങ്ങൾ ഇരിക്കുന്നതിൽ നിന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ അവിടെ, എന്തോ ഒരു ഡിസ്റ്റർബൻസ്. ആരോ ഓഡിയോ ആരോ എന്തോ ചെയ്യുന്നു, അതിന്റെ ശബ്ദം. അത് നിർത്താൻ പറയണേ. ഇപ്പൊ കേൾക്കുണ്ടോ? ഇപ്പൊ ഇല്ല, തുടങ്ങിക്കോളൂ. അതെ, എന്റെ ഫോണൊന്ന് ചരിഞ്ഞു പോയിരുന്നു, അപ്പൊ അത് നേരെയാക്കി വെച്ചതാ. അപ്പോഴാണ് സ്വാമി അങ്ങനെ ദൂരെ നിന്നും നടന്നു വരുന്നു. എനിക്കാണെങ്കിൽ നല്ല പേടി തോന്നിയിട്ടുണ്ട്. കാരണം അത്ര വലിയൊരു ഭക്തി വിശ്വാസമൊന്നും എന്റെ മനസ്സിൽ അപ്പോഴ തോന്നിയിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. ഏതായാലും സ്വാമി ഞങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് 4-5 വരി മുന്നിലായി നടന്നുപോയി. ഒരു തീക്ഷ്ണ ദൃഷ്ടി എന്നിലും പതിഞ്ഞതായി എനിക്ക് തോന്നി. 1-2 പ്രാവശ്യം കൂടി ദർശനത്തിന് ഇരുന്നാണ് അന്ന് ഞങ്ങൾ മടങ്ങിയത്. ഒരു പ്രാവശ്യം കൂടി സ്വാമിയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ചാണ് എന്നാണ് ഓർമ്മ. അന്ന് ഇന്നത്തെ ഹാളല്ല, പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയമാണ്. സ്വാമിയുടെ പ്രഭാഷണം നടക്കുന്നു. തെലുങ്കിലാണ് പ്രഭാഷണം, പരിഭാഷയും ഉണ്ടായിരുന്നു. അവസാനം സ്വാമി തന്നെ ഒരു ഭജന പാടി. മാനസ ഭജരേ ഗുരുചരണം, ആ ഭജനയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഹാളിൽ ഒരു അറിയിപ്പുണ്ടായി. AB പോസിറ്റീവ് ബ്ലഡ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിൽ എത്തണം. അവിടെ AB പോസിറ്റീവ് ഗ്രൂപ്പ് ബ്ലഡ് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ മെല്ലെ പത്മ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ AB പോസിറ്റീവ് ആണ്, എന്നാ വാ നമുക്ക് പോയി ബ്ലഡ് കൊടുക്കാം എന്നായി പത്മ ചേച്ചി. അപ്പോഴെനിക്ക് ആകെ പേടിയായി. കാരണം പറഞ്ഞത് തന്നെ വിഷമമായോ, പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. പക്ഷെ പത്മ ചേച്ചി പറഞ്ഞു, പേടിക്കണ്ട, ഞാനും വരാം ബ്ലഡ് കൊടുക്കാൻ, നമുക്ക് ഒന്നിച്ചു പോകാം. അങ്ങനെ ഞങ്ങൾ 2-3 പേരാണ് ഒരുമിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അവിടെ ഉള്ളിൽ കടക്കാനും ബ്ലഡ് കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. നല്ല പെരുമാറ്റമായിരുന്നു ഹോസ്പിറ്റൽ സ്റ്റാഫിന്. ഞങ്ങൾക്കപ്പോൾ പേടിയൊക്കെ പോയി. എനിക്ക് പ്രത്യേകിച്ചും ഇത് സ്വാമിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നീട് 2006 റിട്ടയർ ചെയ്തതിനു ശേഷം 1-2 പ്രാവശ്യം സർവീസിന് പോവാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോ പത്മചേച്ചി ചോദിച്ചു, സർവീസിന് വരുന്നോ? അപ്പോഴ് എനിക്കാണെങ്കിൽ ശ്രീധരട്ടൻ കൂടെ വന്നാലേ പോകാം എന്നുള്ളൊരു അഭിപ്രായമാണ്. അങ്ങനെ പോവാൻ പറ്റുള്ളൂ, കാരണം 10 ദിവസം അവിടെ നിൽക്കണം. അപ്പോൾ ശ്രീധരട്ടൻ കൂടെ വരികയാണെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമാണ്. ആ നിലയ്ക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശ്രീധരട്ടൻ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ ചിന്തയ്ക്കൊക്കെ അതീതമായി ശ്രീധരട്ടൻ എൻ്റെ കൂടെ വരാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി സർവീസിന് പോയി. ഞങ്ങൾക്ക് ചൈതന്യ ജ്യോതിയിലാണ് സർവീസിന് കിട്ടിയത്. ഞങ്ങൾ 2 പേരും ഒരിടത്ത് തന്നെയായിരുന്നു. ആ 10 ദിവസം കൂടെ വന്നവരൊക്കെ കുറെ പേർക്കും അവിടെ തന്നെ കിട്ടി. കൂടെ ഉള്ളവരെല്ലാം തന്നെ നല്ല പരിചയമുള്ളവരും സ്നേഹിതന്മാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ 10 ദിവസം ഡ്യൂട്ടി നിർവഹിച്ച് ഞങ്ങള് തിരിച്ചു പോന്നു. പിന്നെ ലാസ്റ്റിൽ പോയത് 2018 ജനുവരിയിലാണ്. അന്നും ചൈതന്യ ജ്യോതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടിയത്. അപ്പൊ അവിടെ ഒരു കൗശിക് ദാസ് ഗുപ്ത, അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടിയൊക്കെ തരംതിരിച്ച് തന്നത്. അദ്ദേഹത്തിന്റെ മകനെ പറ്റി അന്ന് അറിയാൻ കഴിഞ്ഞു. ആ കുട്ടി ഒരു ശയ്യാവലംബിയാണ്. 2 വിരൽ മാത്രമേ ആ കുട്ടിക്ക് ചലിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ആ കുട്ടി എഴുതിയൊരു പുസ്തകം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങള് കുറെ പേര് ഞങ്ങളത് വായിക്കാൻ വേണ്ടി വാങ്ങിച്ചു. അതൊക്കെ വായിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ സ്വാമിയുടെ ആ ഒരു മാനുഷികത്വം കൂടുതലായിട്ട് നിറയാൻ തുടങ്ങിയത്. പിന്നീട് ഈ ദിവസങ്ങളിൽ, എല്ലാ ദിവസങ്ങളിലും ഞങ്ങള് ഓങ്കാര സുപ്രഭാതത്തിന് പോയിരുന്നു. നേരത്തെ എഴുന്നേക്ക് 4 മണിയോടെ തന്നെ എഴുന്നേറ്റ് പോകും. അപ്പൊ ഉള്ളിൽ തന്നെ ഇടം കിട്ടും. അപ്പൊ ആ ഓങ്കാരവും സുപ്രഭാതം ഒക്കെ ചൊല്ലിക്കഴിയുമ്പോൾ
മനസ്സിന് വല്ലാത്തൊരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ പുട്ടപർത്തിയിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം അന്ന് ഞങ്ങൾ പോയിട്ട് കണ്ടു. സ്വാമിയുടെ ജന്മഗൃഹം, ചിത്രാവതി തീരം, മ്യൂസിയം ഒക്കെ ഞങ്ങൾക്ക് ആ സമയം പോയി കാണാൻ സാധിച്ചു. പിന്നെ ഇതിനിടയ്ക്കാണ് എനിക്ക് എൻ്റെ 2 മക്കൾക്കും ജോലിയൊക്കെ കിട്ടി, വിവാഹമൊക്കെ കഴിഞ്ഞു. 4 പേരക്കുട്ടികളാണ് എനിക്കുള്ളത്. എല്ലാവരും ഈ ബാലവികാസ വിദ്യാർത്ഥികളാണ്. പത്മ ചേച്ചിനെയാണ് അവരുടെ ഗുരു. ഇപ്പൊ 4-മൻ ഹരിദേവ് ബാലവികാസില്, പത്മ ചേച്ചീന്റെ ബാലവികാസിൽ പഠിക്കുന്നുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ കാരണമായിരിക്കാം 1-2 പേരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പറഞ്ഞേക്കാൻ ശ്രീധരേട്ടൻ നിർദ്ദേശിച്ചു. ഒരു ചെറിയ പെൺകുട്ടി, 8-9 വയസ്സായിട്ടേ ഉള്ളൂ, നിർധന മുസ്ലിം കുടുംബം, ബാപ്പ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ഹാർട്ട് ഓപ്പറേഷൻ വേണം, ലക്ഷങ്ങൾ ചിലവുണ്ട്, അവർക്കാണെങ്കിൽ അതിനുള്ള ശേഷിയില്ല. അപ്പം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാവും ശ്രീധരേട്ടന് അങ്ങനെ ഒരു ഇത് നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞത്. പിന്നെ ഉണ്ണിയേട്ടന്റെ വേണ്ട നിർദ്ദേശമൊക്കെ കിട്ടി. അവരെല്ലാം അവിടെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ചു വന്നു. ഒരു ചെലവും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആ കുട്ടിക്ക് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി. പിന്നെ ഒരാളും കൂടി അങ്ങനെ പോയിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ. അവൾക്ക് ഏകദേശം എൻ്റെ പ്രായം തന്നെയാണ്. അവൾക്ക് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴേ കണ്ണാശുപത്രിയിലാണല്ലോ പോവുക. കണ്ണാശുപത്രികളിലൊക്കെ കുറെ നടന്നു. പക്ഷെ എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനമാണ് തലയിലൊരു ട്യൂമർ, മൂർധാവ് തന്നെ ഒരു ട്യൂമറാണ്. ആ ട്യൂമർ കാരണം ഞരമ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ് കണ്ണിലേക്കുള്ള. അതുകൊണ്ടാണ് ഈ കാഴ്ച നഷ്ടപ്പെടാൻ കാരണം. അപ്പോഴും ചെലവ് ഒരുപാടുണ്ട്. നല്ല വലിയ ഓപ്പറേഷനാണ്, അപകടം പിടിച്ചതാണ്. അപ്പോഴും ശ്രീധരേട്ടൻ പറഞ്ഞു, നീ പുട്ടപർത്തിയിൽ പോയി നോക്ക്. അപ്പൊ അവരും ഉണ്ണിയേട്ടന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം തന്നെ പുട്ടപർത്തിയിലെത്തി. ഒരു പ്രശ്നം ഉണ്ടായില്ല, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആശുപത്രിയിലൊക്കെ അഡ്മിഷനൊക്കെ കിട്ടി, ഓപ്പറേഷനൊക്കെ നന്നായിട്ട് നടന്നു. അവൾക്കും ഇപ്പൊ കാഴ്ചശക്തിയൊക്കെ തിരിച്ചു കിട്ടി, സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയില് ഉണ്ണിയേട്ടനൊക്കെ പെരിന്തണ്ണമയിൽ പെരിന്തണ്ണയിൽ ഒരു സ്നേഹതീരം ഹോസ്റ്റൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആദിവാസി കുട്ടികൾക്ക് വേണ്ടി ആണ് അത് തുടങ്ങിയത്. അവിടെ ഞാൻ 2 പ്രാവശ്യം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം അവരുടെ ഈ കുട്ടികളുടെ പണ്ടത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഈ കുട്ടികളെ ഹോസ്റ്റലിൽ ഇരിക്കാൻ തന്നെ കൂട്ടാക്കിയിരുന്നില്ല, ഒരു ഊരിലേക്ക് ഓടിപ്പോകും. അപ്പോഴ് ആ ഹോസ്റ്റലിന്റെ മാനേജറായിട്ട് എല്ലാമാണ് അദ്ദേഹം, ശ്രീ രവി. അദ്ദേഹം പോയിട്ട് പിടിച്ചു കൊണ്ടുവരിക. ചിലപ്പോൾ മരത്തിനാവും, ചിലപ്പോൾ കുടിലിൽ നിന്നാവും. അങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് നിർബന്ധപൂർവ്വം ഇരുത്തേണ്ടി വന്നിട്ടുണ്ട് ആദ്യമൊക്കെ. പിന്നീട് ഈ കുട്ടികളെല്ലാം ഈ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഹോസ്റ്റലിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും വിദ്യാഭ്യാസം തുടരുകയും ചെയ്തു. ഇന്ന് ആ കുട്ടികളിൽ പലരും ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ചിലര് പിന്നെ ഈ PSC ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി എന്തോ ലിസ്റ്റിലുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ കുട്ടികളുടെ ജീവിതത്തില് അവരുടെ വലിയ വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും സ്വാമിയുടെ പിറന്നാളിനും ഈശ്വരാംബ ദിനത്തിനുമൊക്കെ ഞങ്ങൾ കുടുംബസമേതം സായി സമിതി പോകാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. പിന്നെ എൻ്റെ പേരക്കുട്ടികളും ബാലവികാസിന്റെ പരീക്ഷയൊക്കെ പാസ്സായിട്ടുണ്ട്, സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട് മത്സരങ്ങളിലൊക്കെ. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവർക്ക് അവിടെ വേദം ചൊല്ലാൻ അവസരം കിട്ടി. ഈ സ്വാമിയുടെ പ്രസന്റേഷൻ ഉണ്ട്, അതിനുശേഷം ഭജന പാടാവുന്നതാണ്. സൈറാം. സൈറാം. വീഡിയോ ഓഫ് ചെയ്തോളൂ.
మానవుని ఎందున్నటువంటి ఈ పంచేంద్రియములు అనేక విధమైనటువంటి యొక్క చిక్కులకు గురి చేస్తుంటాయి. 5 sense organs of the man put man to number of ఒక్కొక్క difficulties. శబ్దము ఒక్కొక్క జీవిని మాత్రమే బాధిస్తూ వచ్చినాయి. A particular sound has a particular meaning. కురంగ తురంగ మాతంగ విహంగ మీన మృగములవలే అన్నారు. కురంగ తురంగ మాతంగ విహంగ మీన భృంగములు, ఈ 5 ఒక్కొక్క దీనికి శబ్ద స్పర్శ రూప రసగంధాదులకు వశమైపోతూ వచ్చాయి. The కురంగ శబ్దమునకు వశమయ్యేటువంటి జింక, deer is a victim of sound. స్పర్శకు వశమైపోయి తాను బానిసగా అయిపోయేటువంటిది ఏనుగు. Elephant becomes a slave of the effect of touch. ఏనుగు యొక్క బలము ఇట్టిది అట్టిది ఎవరు చెప్పలేరు. Such extraordinary strength, అంత బలమైనటువంటి ఏనుగు కూడాను స్పర్శ చేత బంధింపబడిపోతుండాలి. such a strong elephant becomes a victim of the attraction of the touch. మిడత అగ్ని స్వరూపాన్ని చూచి తన ప్రాణమైన కూడాను వీడడానికి సిద్ధమైపోయి అగ్నిలో వచ్చి పడిపోతుంది. The butterfly a particular worm, it is attracted by the fire and it flies into that and gets burnt. చేప మాంసపు యొక్క రసాన్ని రోలుతూ తన ప్రాణాపాయమును కూడాను లెక్క చేయక అందులో మునిగిపోతుంది. Fish is tempted by the piece of mutton and it loses its life. తుమ్మెద పుష్పములోని మకరందాన్ని ఆశించి తన ప్రాణాన్ని వదులుతుంది. Bee is swayed by the attraction of the nectar, goes ఈ into the విధముగా flower. శబ్ద స్పర్శ రూప రస గంధమునకు ఒక్కొక్క ప్రాణి మాత్రమే దీనికి వశమైపోతుండాలి. There is a specific animal or a bird which is swayed by the attraction of the touch, the sound, the form and the smell and the కానీ taste. మానవులకు 5 విధములైన శక్తులు ఉండినప్పుడు వీడు ఎంత వశము కాకుండా ఉంటాడు. Then you can imagine the plight of man who is swayed by ఇతని all విషయం these 5. చెప్పనక్కర్లేదు. It is difficult to అన్నింటికీ describe. వశమైపోతున్నాడు మానవుడు. He is attracted by all these 5 things and swayed by them. మహా బలహీనుడైపోతున్నాడు మానవుడు. He is becoming rather weak. സായിറാം, അമ്മ ഭജന പാടിക്കോളൂ ഇനി. ഭദ്രയാണ് പാടുന്നത് ഭജന. ഓക്കെ സായിറാം. ഗോപാലാരദലോല ഗോപാലാരദലോല മുരളീലോല നന്ദലാല സായി മുരളീലോല നന്ദലാല കേശവ മാധവ ജനാർദന കേശവ മാധവ ജനാർദന വനമാല വൃന്ദാവന ബാല മുരളീലോല നന്ദലാല സായി മുരളീലോല നന്ദലാല ഗോപാല രഥലോല മുരളീലോല നന്ദലാല കേശവ മാധവ ജനാർദന വനമാല വൃന്ദാവന ബാല മുരളീലോല നന്ദലാല സായി മുരളീലോല നന്ദലാല സായി മുരളീലോല നന്ദലാല. നന്നായിട്ട് പാടിയിട്ട് മോളെ. എന്താ മോളുടെ പേര്? ഹലോ, ഭദ്ര. ഭദ്ര. ഓക്കെ, നന്നായിട്ട് പാടി. അപ്പോ സായി ഉപമ കർമ്മത്തെക്കുറിച്ച് സർവ്വസാധാരണമായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം വിധി അഥവാ തലയിലെഴുത്ത് എന്നാണ്. അത് അനുഭവിക്കുക തന്നെ വേണമെന്നും അല്ലാതെ വേറെ പോംവഴിയില്ലെന്നും കരുതപ്പെടുന്നു. പക്ഷേ ആളുകൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഈ വിധി മറ്റാരുടെയോ കൈകൾ അവർക്ക് വേണ്ടി എഴുതിയതല്ല എന്ന വസ്തുതയാണത്. അതെല്ലാം തന്നെ ഒരാൾ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് എഴുതി വെക്കുന്നത്.
എഴുതിയ കൈകൾക്ക് അത് തുടച്ചു മാറ്റുവാനും കഴിയും. നെല്ലിനെ പൊതിഞ്ഞിരിക്കുന്ന ഉമി പരിശ്രമം കൊണ്ട് നമുക്ക് മാറ്റുവാനാകും. ലൗകികമായ മായാശക്തിയുടെ സ്വാധീനത്താൽ നിങ്ങൾ എഴുതി ചേർത്ത വിധി നിങ്ങൾ വിചാരിച്ചാൽ മാറ്റുവാനും കഴിയും. മനുഷ്യർ സ്വയം അവരെ പൊതിയുന്ന ഉറ നിർമ്മിക്കുന്നു. മനസ്സാകുന്ന കുരങ്ങിനെ മഹാദേവന് സമർപ്പിക്കുകയാണെങ്കിൽ ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാൻ അതിനെ പരിശീലിപ്പിക്കുന്നതാണ്. ജയ സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.